നമസ്തേ. സാന്ദ്രാനന്ദാവബോധാത്മകനായ വാതാലയേശൻ്റെ വാസസ്ഥലമായ പുണ്യഭൂമിയാണ് ഗുരുവായൂർ. അപ്പോൾ ക്ഷേത്രവും അനുബന്ധമായ ഓരോ സംഭവങ്ങളും ഗുരുവായൂര മാഹാത്മ്യത്തെ ഉദ്ഘോഷിക്കുന്നു. ഓരോ മണൽത്തരിയിലും ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരും വൈകുണ്ഠനാഥനായ ശ്രീ ഗുരുവായൂരപ്പനും നിറഞ്ഞു നിൽക്കുന്നു. ഗുരുവായൂർ എന്ന സ്ഥലം, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ഐതിഹ്യങ്ങൾ, ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളുടെ വിശദമായ വിവരണം, പഴയകാലം മുതലുള്ള ആഘോഷങ്ങൾ തുടങ്ങി സമകാലിക അവസ്ഥ വരെ വളരെ വിശദമായും സൂക്ഷ്മമായും പ്രതിപാദിച്ചിട്ടുള്ള പൂർണ്ണാവതാരം എന്ന ഗ്രന്ഥത്തിലെ വിശദീകരണങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഗുരുവായൂർ ചരിത്രവും മാഹാത്മ്യങ്ങളും എല്ലാവരും അറിയുക. ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് പറയുന്നത് വാഗച്ചാർത്തും നവകാഭിഷേകവും തുടങ്ങിയ ഗുരുവായൂരിലുള്ള പൂജകളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. എല്ലാവരും കേൾക്കുക, ഭഗവാനെ പ്രാർത്ഥിക്കുക. ക്ഷേത്രത്തിലെ ബിംബത്തിന് ബാഹ്യരൂപത്തിൽ കവിഞ്ഞ പ്രാധാന്യങ്ങളുണ്ട്. അത്യുത്തമവും സങ്കല്പസൃഷ്ടവുമായ മാതൃകയെ സാക്ഷാത്കരിക്കുന്ന സമൂർത്ത രൂപമാണ് ബിംബം. മനസ്സിൽ സങ്കല്പിക്കുന്ന ബഹുമുഖ ഗുണവിശേഷങ്ങളിൽ ചിലതിൻ്റെ പ്രതീകമായി ബിംബം നിലനിൽക്കുന്നു. ബിംബചൈതന്യം നമ്മുടെ പരിമിതമായ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിച്ചറിയുമ്പോഴാണ് അതിന് ശക്തിയും ചൈതന്യവും കൈവരുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ബിംബം ചതുർബാഹുവായ മഹാവിഷ്ണു രൂപമാണ്. ശംഖചക്ര ഗദാപത്മധാരിയായി മഞ്ഞപ്പട്ടുടയാടയും മണിക്കിരീടവും കനകകുണ്ടലങ്ങളും അണിഞ്ഞ് വനമാല, കൗസ്തുഭം, ശ്രീവത്സം എന്നിവയാൽ പ്രശോഭിതനായി മന്ദസ്മിതത്തോടെ ഭക്തജനങ്ങൾക്ക് വരപ്രദായകനായി പ്രതിഷ്ഠാമൂർത്തി വിലസുന്നു. ശ്രീയും ധരയും ഇരുഭാഗങ്ങളിലിരുന്ന് സദാ മഹാവിഷ്ണുവിനെ സമാശ്ലേഷിച്ച് ശോഭിക്കുന്നു. ഈ സങ്കല്പത്തിലുള്ള മഹാവിഷ്ണു പ്രതിഷ്ഠയാണ് ഗുരുവായൂരിൽ അനുഭവവേദ്യമാകുന്നത്. ആവാഹന കർമ്മം കൊണ്ട് ആത്മീയ തേജസ്സും ചൈതന്യവും ബിംബത്തിലേക്ക് സംക്രമിക്കുമ്പോൾ ബിംബത്തിന് മഹത്വവും ഈശ്വര സാന്നിധ്യവും ലഭിക്കുന്നു. അപ്പോൾ സകല ചരാചരങ്ങളിലും കുടികൊള്ളുന്ന പരമചൈതന്യത്തിൻ്റെ കേന്ദ്രബിന്ദുവായി തീരുന്ന പ്രതീതി അനുഭവപ്പെടും. ആത്മീയ ചൈതന്യം തേടി അലയുന്നവരിൽ ഈ ശക്തിപ്രഭാവം വളരെ വേഗം പ്രസരിക്കും. ക്ഷേത്രാരാധനകളിലെ ചടങ്ങുകളും സമ്പ്രദായങ്ങളുമെല്ലാം അതിനുതകുന്ന അന്തരീക്ഷം സജ്ജമാകുന്നതിനായി ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. നടയടച്ച് അകത്തിരുന്നുള്ള പൂജയും പുറത്ത് അഷ്ടപതി ഗാനാലാപവും ബാഹ്യാങ്കണത്തിലെ നാദസ്വരമേളവും നട തുറക്കുമ്പോൾ ഉയരുന്ന മണിനാദവും ദീപാരാധനയും മറ്റ് ഈശ്വര സാക്ഷാത്കാരത്തെ സ്വാഗതം ചെയ്യുവാൻ ഉതകുന്ന മാനസിക പശ്ചാത്തലം നമ്മളിൽ സജ്ജമാകുന്നു. ബോധമനസ്സിനെ സുഷുപ്തിയിലാക്കി ഇത് ഉപബോധ മനസ്സിനെ ഉണർത്തി ഈശ്വര അനുഗ്രഹം ഏറ്റുവാങ്ങുവാൻ ഭക്തരെ സന്നദ്ധരാക്കുവാൻ ഇത് സഹായകമാണ്. ഭക്തി നിർഭരമായ കണ്ഠങ്ങളിൽ നിന്ന് നാമജപവും ശംഖതീർത്ഥ പ്രോഷണവും മാനസികമായി ഒരു പുതിയ അനുഭൂതിയിലേക്ക് നയിക്കും. ഇത്തരത്തിൽ ആരാധക സഹസ്രങ്ങളിൽ ഭക്തിഭാവനയെ ഉദ്ദീപിപ്പിക്കുവാൻ ഉതകുന്ന ചടങ്ങുകളാണ് സാധാരണയായി നടന്നു വരുന്നത്. സരസ്വതീ യാമത്തിൽ ശ്രീലകവാതിൽ തുറക്കുമ്പോൾ ഉയരുന്ന ശംഖധ്വനി പുതുദിന പിറവിയെ വിളിച്ചറിയിക്കുന്നു. നാദസ്വരമേളത്തോടെ ഭഗവാനെ പള്ളിയുണർത്തുന്ന ചടങ്ങാണ് പിന്നീട് നടത്തുന്നത്. 3 മണി അടിക്കുമ്പോൾ ഗോപുരവാതിർ നിർമ്മാല്യ ദർശനത്തിനായിട്ട് ഇങ്ങനെ എത്തി നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നു. അപ്പോൾ രുദ്രതീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ച് ഈറനുടത്ത് നിൽക്കുന്ന ഭക്തജനങ്ങൾ ദർശന സായുജ്യം നേടുന്നു. നിർമ്മാല്യ ദർശനത്തിന് ഭഗവാനെ തലേനാളത്തെ അലങ്കാരവുമായി ഉറക്കമുണർന്ന സുന്ദര രൂപത്തിലാണ് കാണുക. രാത്രിയിൽ സമസ്ത ദേവതകളും പൂജിച്ച വിഷ്ണു വിഗ്രഹത്തെ അതേ ദിവ്യത്വത്തോടെ ദർശനം സാധ്യമാവുന്നു. രുദ്രതീർത്ഥത്തിൽ കുളിച്ച് ഇങ്ങനെ തറ്റെടുത്തു വരുന്ന മേൽശാന്തി സോപാനത്തിലെ മണിയടിച്ച് ശ്രീലകവാതിലുകൾ തുറന്ന് ദീപനാളം തെളിയിക്കുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ തേജോരൂപം കാണുമാറാകുന്നു. നാരായണനാമം മുഴുങ്ങുന്ന വേളയിൽ ആബാലവൃത്തം ഭക്തജനങ്ങൾ സ്വയം മറന്ന് ഭഗവാനിൽ ലയിക്കുന്ന പ്രതീതിയാണ് ഉണ്ടാവുക. നിർമ്മാല്യ ദർശന ശേഷം മേൽശാന്തി അലങ്കാരങ്ങൾ ഓരോന്നായി ബിംബത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നു. തലേ ദിവസത്തെ കളഭവും ചാർത്തിയ മാലകളും നീക്കിയ ശേഷം തൈലാഭിഷേകമായി മൂലവിഗ്രഹത്തിൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ബിംബത്തിൽ ആടിയ എണ്ണ ഔഷധവീര്യമുള്ളതാണ്. ഭക്തർ ഈ എണ്ണ സർവ്വരോഗശമനത്തിനും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിക്കും ലഭിക്കുവാനായി സേവിക്കുന്നു. ബിംബത്തിലെ എണ്ണ തുടച്ചു നീക്കിയ ശേഷം നെന്മേനി വാകപ്പൊടി മൂലവിഗ്രഹത്തിൽ വിതറുന്നു. സ്വർണം കെട്ടിയ ചെറിയ ബ്രഷ് പോലുള്ള വസ്തു ഉപയോഗിച്ച് വിഗ്രഹം ശുദ്ധമാക്കുന്നു. ഇതാണ് വാകച്ചാർത്ത്. വാകച്ചാർത്തിന് ശേഷം ഋഗ്വേദ മന്ത്രത്തോടെ ശംഖാഭിഷേകമായി. അതായത് ഗംഗ, യമുന, ഗോദാവരി, സരസ്വതി, നർമ്മദ, സിന്ധു, കാവേരി തുടങ്ങിയ സപ്തനദികളെ ആവാഹിച്ച തീർത്ഥമാണെന്ന് സങ്കല്പിച്ചാണ് ശംഖാഭിഷേകം.
സ്വർണ്ണ കലശാഭിഷേകത്തോടെ അഭിഷേക ചടങ്ങ് തീരുന്നു. ഇതിനുശേഷം മലർ നിവേദ്യമാണ്. മലരും ശർക്കരയും കദളിപ്പഴവും ഗുരുവായൂരപ്പന് നിവേദിക്കുന്നു. ഭക്തജനങ്ങളുടെ വഴിപാടുകൾ ഇതിന് ഉണ്ടാവാറുണ്ട്. അപ്പോൾ മലർ നിവേദ്യം കഴിഞ്ഞാൽ ഉഷപൂജയാണ്. ഉഷപൂജ എന്നാൽ ഉഷസ്സിലെ പൂജ. ചുരുക്കം സമയം മാത്രമാണ് ഈ പൂജയ്ക്ക് ആവശ്യം. നെയ്പ്പായസം, വെണ്ണ, കദളിപ്പഴം, പഞ്ചസാര, വെള്ള നിവേദ്യം, അതായത് ഉണക്കലരി പാകം ചെയ്തുണ്ടാക്കുന്നത് എന്നിവയാണ് ഉഷപൂജയ്ക്ക് നിവേദിക്കുന്നത്. സൂര്യൻ ഉദിച്ചുയർന്നു തുടങ്ങിയ ശേഷമാണ് ഈ പൂജ, അതായത് എതിരേറ്റ് പൂജ അഥവാ രണ്ടാം പൂജ. സൂര്യൻ വിഗ്രഹത്തിന് അഭിമുഖമായി ഉദിച്ചു വന്നിരിക്കുന്ന സമയത്തെ പൂജയാണിത്. ആദ്യ പൂജയേക്കാൾ കൂടുതൽ സമയം ഈ പൂജയ്ക്ക് ആവശ്യമാണ്. ശ്രീലകത്ത് ഈ പൂജ നടക്കുമ്പോൾ തിടപ്പള്ളിയിൽ ഗണപതി ഹോമം നടക്കുകയായിരിക്കും. വിഘ്നേശ്വര പ്രീതിക്കായി നാളികേരവും മറ്റ് ഹോമകുണ്ടത്തിൽ ഇങ്ങനെ ധാരാളമായി നിക്ഷേപിച്ചാണ് ഈ ഹോമം ചെയ്യാറ്. മുൻകാലങ്ങളിൽ ഈ ഹോമകുണ്ടത്തിലെ അഗ്നി കൊണ്ടാണ് തിടപ്പള്ളിയിൽ അടുപ്പ് കത്തിച്ചിരുന്നത്. അപ്പോൾ ഈ സമയത്ത് തന്നെ കീഴ്ശാന്തി നമ്പൂതിരിമാർ ഉപദേവന്മാരായ ശാസ്താവ്, ഗണപതി, ഇടത്തേടത്ത് ഭഗവതി, അതായത് ഇടത്തരികത്ത് എന്നിവരുടെ പൂജ നടത്തുന്നു. ഭഗവതി ക്ഷേത്രം ഒഴിച്ച് മറ്റിടങ്ങളിൽ വെള്ള നിവേദ്യമാണ് പൂജയ്ക്കായി ഉപയോഗിക്കുന്നത്. കദളിപ്പഴം, പഞ്ചസാര, ത്രിമധുരം എന്നിവ എല്ലാ ഉപദേവന്മാർക്കും നിവേദിക്കുന്നു. പ്രഭാത ശീവേലിയെക്കുറിച്ച് പറയാം. ശ്രീബലി എന്ന പദത്തിൽ നിന്നാണ് ശീവേലി ഉണ്ടായത്. ഭഗവാന്റെ ഭൂതഗണങ്ങൾക്ക് നിവേദ്യം നൽകുന്ന ചടങ്ങാണിത്. കീഴ്ശാന്തി നമ്പൂതിരി തിടമ്പ് ശ്രീലകത്ത് നിന്ന് പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നു. ഭഗവാൻ നേരിട്ട് ശീവേലിക്ക് ഇങ്ങനെ മേൽനോട്ടം വഹിക്കുന്നുവെന്ന സങ്കല്പം. മേൽശാന്തി പുഷ്പവും ജലവും ഇങ്ങനെ കയ്യിലേന്തിയും കീഴ്ശാന്തി ഹവിസ് തൂകുവാനുള്ള നിവേദ്യ പാലികയുമായി മുന്നിൽ ഭൂതഗണങ്ങളെയും ദ്വാരപാലകരെയും ആരാധിച്ചു നടന്നു നീങ്ങുന്നു. ഭൂതഗണങ്ങളെ പ്രതിനിധീകരിക്കുന്ന ബലിക്കല്ലുകളിൽ ബലി അർപ്പിക്കുന്നു. നാലമ്പലത്തിൽ നിന്ന് പുറത്തു കടന്നാൽ കീഴ്ശാന്തി തിടമ്പ് നെറ്റിപ്പട്ടം കെട്ടിയ ആനപ്പുറത്ത് കയറ്റിയാണ് എഴുന്നള്ളിപ്പ്. വെള്ളിവിളക്കും വാദ്യാഘോഷവുമുള്ള അകമ്പടിയോടെ ഭഗവാൻ ഭൂതഗണങ്ങൾക്ക് ബലി അർപ്പിക്കുന്നതിന് മേൽനോട്ടം നടത്തി സന്തോഷപൂർവ്വം പ്രദക്ഷിണം തുടരുന്നു. സാധാരണ ശീവേലി 3 പ്രദക്ഷിണം വെച്ച് തിരുനടയ്ക്ക് നേരെ ഇങ്ങനെ വന്ന് കീഴ്ശാന്തി തിടമ്പ് ശ്രീകോവിലിൽ തിരികെ പഴയ സ്ഥലത്ത് വയ്ക്കുന്നു. നവകാഭിഷേകം, അതായത് രുദ്രകൂപത്തിലെ തീർത്ഥജലം കൊണ്ടാണ് വിഗ്രഹത്തിൽ അഭിഷേകം നടത്തുന്നത്. പിന്നീട് ഇളനീർ കൊണ്ട് അഭിഷേകമുണ്ട്. പാലഭിഷേകത്തിന് ശേഷം നവകലശാഭിഷേകം നടത്തുന്നു. 9 വെള്ളിക്കുടങ്ങളിൽ തീർത്ഥജലം നിറച്ച് മന്ത്രോച്ചാരണത്തോടെ നടത്തുന്ന കർമ്മമാണ് നവകം. അതായത് മണ്ഡലകാലത്ത് പന്തീരടി പൂജ കഴിഞ്ഞ് പഞ്ചഗവ്യാഭിഷേകവും നടത്തുന്നു. ഈ അഭിഷേക തീർത്ഥം ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യാറുണ്ട്. സർവ്വപാപഹരവും സർവ്വരോഗശാന്തിക്കുള്ള ഔഷധവുമായി ഭക്തജനങ്ങൾ ഇത് സേവിക്കുന്നു. ജീവിതത്തിലെ അസുലഭ ഭാഗ്യമാണിത്. അഭിഷേകശേഷം ഉണ്ണികൃഷ്ണ രൂപത്തിൽ മൂലവിഗ്രഹത്തിൻ്റെ അരയ്ക്ക് മേലോട്ട് ചന്ദനം ചാർത്തുന്നു. പീതാംബരം, രത്നഖചിതമായ അരഞ്ഞാണം, അതായത് നിരവധി കൊച്ചു രത്നം മണികളുള്ളതാണ്. അപ്പോൾ പുലിനഖം, ഓടക്കുഴൽ, മണിക്കിരീടം എന്നിവയെല്ലാം ബാലഗോപാലൻ്റെ ആ സമയത്തെ വേഷഭൂഷാദി പ്രധാനങ്ങളാണ്. പന്തീരടി പൂജ, അതായത് 3ാമത്തെ പൂജ. അളന്നു നോക്കിയാൽ നമ്മുടെ നിഴൽ 12 അടിയോളം നീളം വരുന്ന സമയത്ത് ഉദ്ദേശം രാവിലെ 8-നും 9-നും മധ്യേ ഈ പൂജ ആരംഭിക്കുന്നു. തന്ത്രിയോ ഓദിക്കന്മാരിൽ ഒരാളോ ആണ് സാധാരണയായി ഈ പൂജ നടത്തുക. അപ്പോൾ നീണ്ട 5 മണിക്കൂർ പൂജ കഴിഞ്ഞ് മേൽശാന്തിക്ക് ഈ സമയം അല്പം വിശ്രമിക്കാം. ഉച്ചപൂജ, അതായത് ഒരു ബ്രാഹ്മണനിലൂടെയാണ് ഉച്ചപൂജ നടത്തുന്നതെന്നുള്ളതാണ് ഈ പൂജയുടെ പ്രാധാന്യവും സങ്കല്പവും. ശാസ്ത്രവിധിപ്രകാരം പൂജ 3 തരത്തിലുണ്ട്. 1 ദൈവമുഖം, അതായത് ക്ഷേത്രത്തിലെ ആരാധനാബിംബത്തിലൂടെ. 2 അഗ്നിമുഖം, അതായത് ഹോമകുണ്ടത്തിൽ നെയ്യ് മുതലായവ അർപ്പിച്ച്. 3 ബ്രാഹ്മണമുഖം, ജ്ഞാനിയായ ഒരു ബ്രാഹ്മണനിലൂടെ മുമ്പിൽ വിളമ്പിയിരിക്കുന്ന വിഭവങ്ങളെല്ലാം ഭുജിക്കുന്നു എന്ന സങ്കല്പം. ഉച്ചപൂജയ്ക്ക് ബഹുവിധ വിഭവങ്ങളാണ്. കാൽ കഴുകിച്ചൂട്ട് നടത്തുക എന്നാണ് പല ക്ഷേത്രങ്ങളിലും ഇതിനെ പറയുന്നത്. ഇതിനായി തിരഞ്ഞെടുക്കപ്പെട്ട ബ്രാഹ്മണനെ തിടപ്പള്ളിയിലോ അടുത്ത മുറിയിലോ ഇരുത്തി 2 ഇല ഒന്നിനു മീതെ ഒന്നായി വിധിയാവണ്ണം വെച്ച് വിഭവങ്ങൾ ഓരോന്നായി വിളമ്പുന്നു. അപ്പോൾ ഭഗവാനുള്ള നിവേദ്യ സാധനങ്ങൾ തിരുമുമ്പിൽ വച്ച ശേഷം മേൽശാന്തി ശ്രീകോവിലിൻ്റെ കതകടയ്ക്കും, അതായത് കതകിന് മുന്നിൽ പട്ടിടുന്നു. പിന്നീട് ബ്രാഹ്മണൻ അടുത്തേക്ക് വരുന്നു. ഇതിനകം കീഴ്ശാന്തി എല്ലാ വിഭവങ്ങളും ബ്രാഹ്മണന് വിളമ്പി കഴിഞ്ഞിരിക്കും. ഭഗവാന്റെ നിവേദ്യ സാധനങ്ങൾക്ക് തുല്യമായ വിഭവങ്ങൾ തന്നെയാണിത്.
മേൽശാന്തി ബ്രാഹ്മണനെ ഊണ് കഴിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് സങ്കല്പം. അനന്തരം മേൽശാന്തി മണ്ഡപത്തിൽ കയറി ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ച് അവിടെ നിന്നിറങ്ങി ദേഹശുദ്ധി വരുത്തി മണിയടിച്ച് വീണ്ടും ശ്രീകോവിലിൽ പ്രവേശിക്കുന്നു. ഈ ചടങ്ങ് നമസ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഉച്ചപൂജയ്ക്ക് പാൽപ്പായസം, വെണ്ണ, ത്രിമധുരം തുടങ്ങിയ വിഭവങ്ങൾ നിവേദ്യങ്ങളാണ്. കൂടാതെ തൈരും പഴവും നിവേദിക്കും. സ്വർണ്ണക്കുടത്തിലാണ് ഭഗവാന് പാൽപ്പായസം നിവേദിക്കുന്നത്. സ്വർണ്ണപാത്രങ്ങളിൽ പ്രഥമൻ, എരിശ്ശേരി, കാളൻ, വറുത്തുപ്പേരി എന്നിവയും നിവേദ്യത്തിന് ഒരുക്കുന്നു. നിവേദ്യത്തിന് അഷ്ടപദീ ഗാനവും ഇടയ്ക്കാവാദ്യവും നാലമ്പലത്തിലും ബാഹ്യാങ്കണത്തിൽ നാദസ്വരമേളവും നടക്കുന്നു. ഉച്ചപൂജ നട തുറന്നാൽ ഭക്തജനങ്ങൾ ദർശനം നടത്തി കഴിയുന്നതോടെ തൽക്കാലം പൂജാവിധികൾ സമാപിക്കുകയായി. ഈ പൂജയ്ക്ക് ശേഷം മാത്രമേ ഉച്ചപൂജ നടത്തുന്ന ആൾ ജലപാനം പോലും നടത്തുകയുള്ളൂ. ഉച്ചപൂജ നടയടച്ചാൽ വൈകിട്ട് 4:30 മണിക്ക് മാത്രമേ നട തുറക്കൂ. ഉച്ചപൂജ കഴിഞ്ഞ് ഭഗവാൻ അമ്പലപ്പുഴ പോകുന്നു എന്ന സങ്കല്പമുള്ളതിനാൽ ഉച്ചശീവേലി പതിവില്ല. മണ്ഡലകാലത്ത് 3:30 തുറക്കുന്നു. നട തുറന്നാലുടനെ ശീവേലിയാണ്. രണ്ടാമത്തെ ശീവേലിക്ക് ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. ദീപാരാധന. ശ്രീകോവിലിനകത്തും നാലമ്പലത്തിനുള്ളിലും മതിൽക്കകത്തുമുള്ള വിളക്കുകളെല്ലാം ദീപാരാധനയ്ക്ക് തെളിയിക്കും. കിഴക്കും പടിഞ്ഞാറുമുള്ള ദീപസ്തംഭങ്ങളും തെളിയിക്കും. മേൽശാന്തി നടയടച്ച് ശ്രീകോവിലിനുള്ളിൽ തട്ടുതട്ടായിട്ടുള്ള 7 നിലകളുള്ള വെള്ളിമാളിക വിളക്കുകൾ കത്തിച്ച് 15 മിനിറ്റുകൾക്ക് ശേഷം ശ്രീകോവിൽ നട മലർക്കയെ തുറക്കുന്നു. ദീപം കൊണ്ട് ഭഗവാനെ ഉഴിയുന്നതും കർപ്പൂര ദീപം പ്രകാശിപ്പിക്കുന്നതും മറ്റും ഭക്തജനങ്ങളെ പുളകിതരാക്കുന്നു. ദീപപ്രഭാ പരിവേഷത്തിൽ സർവാലങ്കാരഭൂഷിതനായി നിൽക്കുന്ന ഭഗവാനെ കൺകുളിർക്കെ കാണുവാനാകുന്ന ധന്യമുഹൂർത്തമാണ്. ഭജനയും നാമോച്ചാരണവും സ്തുതിഗീതങ്ങളും മുഖരിതമാകുന്ന ഈ അന്തരീക്ഷം ഭഗവാനിൽ സാന്നിധ്യവും ചൈതന്യവും നിറഞ്ഞു നിൽക്കുന്നതാണ്. ദീപാരാധന നട തുറന്ന സമയം ഈ ദിവ്യ ചൈതന്യ രൂപം കാണുമ്പോൾ മഹാകവി വള്ളത്തോൾ പാടിയ വരികൾ എന്നും ഓർത്തു പോകുന്നു. അതിപ്രകാരമാണ്: ശ്രീകോവിൽ നടയിതാ തുറന്നു പുതിയൊരു ലോകമിതേതോഹന്ത ശോഭനം തേജോമയം കർമ്മസാക്ഷിയാം ദേവൻ പടിഞ്ഞാറുദിച്ചിതോ കമ്രനക്ഷത്രവ്രാതമേകത്ര കൂട്ടിച്ചേർന്നു ചന്ദനാലേപം ചാർത്തി ശോഭിപ്പൂ തിരുമുഖം മന്ദഹാസാദ്രം മണിപ്പൊൻ കിരീടത്തിൻ താഴെ നിർനിമേഷമായി നിൽക്ക നേത്രമേ ഭാഗ്യാലിത നിന്നിലേക്കൊഴുകുന്നു സച്ചിദാനന്ദാമൃതം. അത്താഴപൂജയെക്കുറിച്ച് പറയാം. ദീപാരാധനയ്ക്ക് ശേഷം രാത്രി ഏകദേശം 7 മണി കഴിഞ്ഞ് അത്താഴപൂജ നേദ്യവും പൂജയും ആരംഭിക്കുന്നു. വെള്ള നിവേദ്യത്തിന് പുറമെ പാൽപ്പായസം, അപ്പം, അട, വെറ്റില, അടയ്ക്ക, അവിൽ തുടങ്ങിയവയും നേദിക്കാറുണ്ട്. ഏകദേശം 9:15 തിടമ്പ് അത്താഴ ശീവേലിക്ക് പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നു. നെറ്റിപ്പട്ടം കെട്ടിയ ആനപ്പുറത്ത് വാദ്യാഘോഷങ്ങളോടെയും വെള്ളി വിളക്കുകളുടെ അകമ്പടിയോടെ കോലത്തിൽ തിടമ്പ് വെച്ച് എഴുന്നള്ളിക്കുകയും വീണ്ടും തിരികെ കൊണ്ടുവന്ന് ശ്രീലകത്ത് വയ്ക്കുകയും ചെയ്യും. അതായത് ചുറ്റുവിളക്കുള്ള ദിവസങ്ങളിൽ രാത്രി അത്താഴ ശീവേലിക്ക് ശേഷം തിടമ്പ് കോലത്തിലേക്ക് മാറ്റി ശീവേലിക്ക് ശേഷം വിളക്കാചാരം തുടങ്ങുന്നു. ചുറ്റുവിളക്ക് കഴിഞ്ഞ് തിടമ്പ് മാത്രം ക്ഷേത്ര ശ്രീകോവിലിലേക്ക് തിരികെ എഴുന്നള്ളിക്കുന്നു. സുമാർ 8:15 നട തുറക്കുന്നു. ഭക്തജനങ്ങളുടെ ദർശനം കഴിഞ്ഞ് തൃപ്പുകയാണ്. അഷ്ടവർഗങ്ങൾ പൊടിച്ചുണക്കിയ ഭഗവാന്റെ മുന്നിൽ സൗരഭ്യം പൊഴിക്കും വിധം പുകയ്ക്കുന്ന ചടങ്ങാണിത്. ഈ പുക ഏൽക്കുന്നത് പരിപാവനവും അതേസമയം സിദ്ധ ഔഷധവുമാണ് എന്ന് ഭക്തർ കരുതുന്നു. ഓരോ പൂജയിലും 3 ഘട്ടങ്ങളുണ്ട്. ആദ്യം പീഠപൂജ. അഭിഷേകാനന്തരം അലങ്കരിച്ച ദേവനെ ആചാരപൂർവ്വം പീഠത്തിൽ ആവാഹിക്കുന്നു. രണ്ടാമത്തേത് മൂർത്തി പൂജ. പരിവാര ദേവഗണങ്ങളെയെല്ലാം സന്നിധാനത്തിലേക്ക് ആവാഹിക്കുവാനാണിത്. മൂന്നാമത്തേതായ പ്രസന്ന പൂജ. മൂലമൂർത്തിയെ മൂലമന്ത്രോച്ചാരണം കൊണ്ട് പ്രീതനാക്കുവാനുള്ള പൂജയാണിത്. അതായത് തൃപ്പുക നട തുറന്ന ശേഷം പത്തുകാരൻ വാര്യർ അന്നത്തെ നിധാന ചെലവുകളുടെ വിശദമായ കണക്കുകൾ ഓലയിൽ എഴുതി നൃത്തത്തിന് സമീപം നിന്ന് വായിച്ച് ശ്രീലകത്ത് സമർപ്പിക്കുന്നു. നിർമാല്യം മുതൽ തൃപ്പുക വരെ നീളുന്ന 12 ദർശനങ്ങൾ തീർന്ന് ഒരു ദിവസത്തിന് തിരശീല വീഴുന്നു. അപ്പോൾ വ്രതനിഷ്ഠയോടെ ഭജനമിരിക്കുന്നവർ രുദ്രതീർത്ഥത്തിൽ കുളിച്ച് രുദ്രകൂപത്തിലെ ജലപാനം നടത്തി 12 ദർശനങ്ങളും കണ്ട് നിവേദ്യങ്ങൾ മാത്രം ഭക്ഷിച്ച് ദിനരാത്രങ്ങൾ കഴിച്ചു കൂട്ടണം എന്നതാണ് സമ്പ്രദായം. അപ്പോൾ ഭാഗചാർത്തും നവകാഭിഷേകവും എന്നുള്ള ഈ 5ാമത്തെ ഭാഗം ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലെ ഭഗവാന്റെ ഒരു ദിവസത്തെ പൂജകൾ എന്തൊക്കെയാണ് എന്നുള്ളത് വിശദീകരിച്ചാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ ഒരറിവും ചെറുതല്ല, എല്ലാ അറിവുകളും നമുക്ക് വലുത് തന്നെയാണ്. അപ്പോൾ ഗുരുവായൂരപ്പനെക്കുറിച്ചും ഗുരുവായൂർ അമ്പലത്തെക്കുറിച്ചും അവിടുത്തെ ചരിത്രപദങ്ങളെക്കുറിച്ചും എല്ലാം അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അവർക്ക് വേണ്ടി ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് കേൾക്കുക, ഭഗവാനെ അറിയുക, ഗുരുവായൂരിനെ കുറിച്ച് അറിയുക, അവിടുത്തെ എല്ലാ കാര്യങ്ങളും ചരിത്രപദങ്ങളും എല്ലാം അറിയുക. അപ്പോൾ അടുത്ത 6ാമത്തെ ഭാഗം ഉടനെ തന്നെ നമുക്ക് കേൾക്കാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.